മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSF ലീഗിൻ്റെ അതേ പാതയിൽ തന്നെയാണ്. പരിപൂർണമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകളുമായിട്ട് ചങ്ങാത്തം കൂടി അവരിപ്പോൾ ഒരു വർഗീയവാദ ലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷനും അത് പരസ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് ചൂണ്ടിക്കാണിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിനെ സംഖ്യയെന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് PK നവാസ് സമയം കണ്ടെത്തി. രാഷ്ട്രീയമായിട്ട് മറുപടി പറയാൻ അദ്ദേഹം ശ്രമിച്ചതേയില്ല. രാഷ്ട്രീയമായിട്ടാണ് സഞ്ജീവ് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചത്. അതിന് രാഷ്ട്രീയമായ ഒരു മറുപടി നൽകാൻ PK നവാസിന് ഇതുവരെ സാധിച്ചില്ല. പകരം സംഖ്യയെന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വീണ്ടും സഞ്ജീവ് മറുപടി പറയുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടാണ് താൻ ചോദ്യം ചോദിച്ചതെന്നും തൻ്റെ വാദത്തിൽ MSF ഒരു വർഗീയ സംഘടനയെ മാറിയെന്ന വാദത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നെന്നും സഞ്ജീവ് പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ SFIയുടെ മുൻ ഭാരവാഹിയും മലപ്പുറത്ത് ജില്ലാ കൗൺസിൽ അംഗവുമായിട്ടുള്ള അഫ്സൽ വ്യക്തമായൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ടതാണ്. മലപ്പുറത്തു നിന്നുള്ള ആളെന്ന നിലയിലും SFIയുടെ മുൻ ഭാരവാഹി എന്ന നിലയിലും MSFുമായിട്ട് ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്ത് MSFും മുസ്ലിം ലീഗുമായിട്ട് ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെന്ന നിലയിലും അഫ്സലിൻ്റെ ആ കുറിപ്പിന് ഒരുപാട് മാനങ്ങളുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അഫ്സൽ പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന വിദ്യാർത്ഥി സംഘടന അതിൻ്റെ പ്രവർത്തന ശൈലി മാറ്റിപ്പിടിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. കൃത്യം പറഞ്ഞാൽ 2017 മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ MSFന് നഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷന് ശേഷം 2016-17 എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിദ്യാർത്ഥി സമരം കത്തി നിൽക്കുന്ന കാലമാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമ്മൂലയുടെ ആത്മഹത്യ, JNU വിദ്യാർത്ഥി നജീബിൻ്റെ തിരോധാനം, JNU അടച്ചുപൂട്ടാൻ സംഘപരിവാർ നടത്തിയ ശ്രമം, ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രതിരോധ കോട്ട, അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച കാലം. സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ കടന്നാക്രമണങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തി മുന്നിൽ നിന്ന് ചേർത്തത് SFI ആണ്. അതിന് തുടർച്ചയിൽ നടന്ന വിദ്യാർത്ഥി യൂണിയൻ ഇലക്ഷനുകളിൽ SFI രാജ്യത്താകമാനം വലിയ വിജയം നേടി. MSFിൻ്റെ കോട്ടയായിരുന്ന മലപ്പുറം ജില്ലയും SFI തൂത്തുവാരി. അന്ന് മലപ്പുറത്തുണ്ടായ പരാജയത്തിൻ്റെ നാണക്കേട് മറയ്ക്കാൻ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടു. MSFിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാമെന്ന ചോദ്യത്തിൽ നിന്നാണ് MSFന് പുതിയ പ്രവർത്തന ശൈലി മുസ്ലിം ലീഗ് നിശ്ചയിക്കുന്നത്. സംഘപരിവാരം രാജ്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ മുതലെടുക്കണം. വർഗീയത ആദ്യം പതുക്കെയും പിന്നീട് ഉറക്കെയും പറയണം. ഹിന്ദുത്വ വർഗീയത ചെറുക്കാൻ മുസ്ലിം ഐക്യമെന്ന തെറ്റായ നറേഷൻ ക്യാമ്പസിൽ പ്രചരിപ്പിക്കണം. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് പൊതുവെ സെക്യുലർ മുഖമുള്ള MSF ലീഡർഷിപ്പിനെ പാടെ മാറ്റി വള്ളിക്കുന്നിലെ യൂത്ത് ലീഗ് നേതാവായ PK നവാസ് MSFിൻ്റെ സംസ്ഥാന നേതാവാകുന്നത്. നവാസിനെ എതിർത്ത് MSF നേതാക്കളെ ചവിട്ടിപ്പുറത്താക്കിയാണ് MSF ചാർജുള്ള പാണക്കാട് ഷാദിഖലി തങ്ങൾ മുഖമാറ്റത്തിന് വേണ്ടി ചരടുവലിച്ചത്. പിന്നീട് MSFിൻ്റെ പ്രവർത്തന രീതി മാറുന്നു. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത MSF ഇലക്ഷൻ കാലമാകുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികളെ കണ്ട് ചെവിയിൽ വർഗീയത പറയുന്നു. കാലം അതായതുകൊണ്ട് ചിലരിതിൽ വീണു പോകുന്നുമുണ്ട്. അങ്ങനെ ചില ക്യാമ്പസുകളിൽ MSF ജയിക്കുന്നു. MSF KSU ഇടക്കാലത്ത് ചില ക്യാമ്പസുകളിൽ നേടിയ വിജയം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. SFIക്കെതിരെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നതാണ് ഈ വിജയത്തിന് പിറകിലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ ക്യാമ്പസുകളിലും ഈ പ്രവണത കാണണ്ടേ? അതില്ല. MSF ഉള്ള ക്യാമ്പസുകളിൽ മാത്രമേ അതുള്ളൂ. MSF ഇല്ലാതെ KSU മാത്രമുള്ള ക്യാമ്പസുകളിൽ KSUവിന് ജയിക്കാൻ ആകുന്നുമില്ല. അതെന്താ? അതിനുത്തരം സംഘപരിവാരത്തെ ചെറുക്കാൻ നമ്മൾ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അതാണ് ഏകമാർഗമെന്നും പറയാൻ ഒരു മുസ്ലിം ഏജൻസി അവിടെ ഇല്ല. അതുണ്ടെങ്കിലേ വിജയിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ MSF നല്ല ഒന്നാം തരം വർഗീയ സംഘടനയെ മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു തവണ MSFിൻ്റെ ചതിക്കുഴിയിൽ വീണ കുട്ടികളെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കേണ്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു മതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലാത്തവരും ഒന്നിച്ചു ചേർന്നാണെന്ന് രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കാനും 1-2 വർഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ട യൂണിയനുകൾ തിരിച്ചു പിടിക്കാനും SFIക്ക് സാധിക്കുന്നുണ്ട്. ഇത് തുറന്നു പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവനെ MSF പ്രസിഡന്റ് നവാസ് വിശേഷിപ്പിച്ചത് സംഘി എന്നാണ്. ഇത് തന്നെയാണ് മുകളിൽ വിശേഷിപ്പിച്ച കാര്യം, വർഗീയത. തങ്ങളെ വിമർശിക്കുന്നവരെ സംഖ്യയാക്കൽ. കേരള മണ്ണിൽ വർഗീയത പടർത്താൻ RSS ആയുധം കയ്യിലെടുത്ത കാലത്ത് അതിനെ നിവർന്നു നിന്ന് പ്രതിരോധിച്ച പാനൂർ എന്ന നാടിൻ്റെ സന്തതിയാണ് സഞ്ജീവ് എന്ന് ഓർക്കണം. ആ സഖാവിനെയാണ് നേരെ നിന്ന് രാഷ്ട്രീയം പറയാൻ കഴിയാത്ത, നാവെടുത്താൽ വർഗീയത മാത്രം പറയുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന നവാസ് സംഖ്യയാക്കാൻ നോക്കുന്ന. നവാസെ, നീയും മസ്തിഷ്കത്തിൽ മൗദൂദിയെയും സയ്യിദ് കുത്തുബിനെയും മുസ്ലിം ബ്രദർഹുഡിനെ പേർന്ന് നിന്റെ ഷാദിഖലി തങ്ങളും വർഗീയത പറഞ്ഞ് മുന്നോട്ട് പോകും, ഞങ്ങൾ മതനിരപേക്ഷതയും പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് അഫ്സലിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് അഫ്സൽ എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കാര്യം. 2016-17 മുതൽ
ആ സമയത്ത് രാജ്യത്തൊട്ടാകെ സംഘപരിവാറിനെതിരെ വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രക്ഷോഭമായിരുന്നു. അതിനെല്ലാം നേതൃത്വം നൽകിയത് SFIയെയും ഇടതുപക്ഷ സംഘടനകളുമായിരുന്നു. അതിനകത്താണ് MSFന് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ നഷ്ടമാകുന്നത്. അതിനുശേഷം പിന്നെ ആ സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് MSF ശക്തമായ വർഗീയത പറഞ്ഞു തുടങ്ങിയത്. ലീഗ് പറയുന്ന പോലെ എല്ലാ കാലത്തും ആ വർഗീയത പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ വർഗീയത പറഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ ആ ക്യാമ്പസുകൾ തിരിച്ച് SFI പിടിക്കുന്നുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് പച്ചയ്ക്ക് പറയാൻ തന്നെയാണ് MSF തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനുവേണ്ട സഹായം നൽകാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകളും ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങളും കൂടെ ഉണ്ട് എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ്. അതിനെ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സഞ്ജീവിനെ സംഘിയാക്കാൻ വേണ്ടി PK നവാസ് രംഗത്തിറങ്ങിയത്. പാനൂരിൽ നിന്നാണ് സഞ്ജീവ് വരുന്നത്. പാനൂരിൽ RSSനെ ശക്തമായിട്ട് ആയുധമെടുത്ത് വരെ പോരാടിയാണ് അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർ നിൽക്കുന്നത്. ആ ഒരാളെയാണ് സംഘിയാക്കാൻ വേണ്ടി ഇവിടെ PK നവാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും വ്യക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടിയും അല്ലാതെയും പരസ്യമായിട്ടും തങ്ങളുടെ രാഷ്ട്രീയ വ്യക്തത തന്നെ പറയുന്നുണ്ട്. ഈ ഒരു ക്യാമ്പസ് പോയി എന്നുകൊണ്ട് അവിടെ SFI അവസാനിക്കുന്നില്ല, അവിടെ SFI തുടങ്ങുകയാണ് കാര്യം, എല്ലാവരും മറക്കരുത് എന്ന കാര്യം കൂടി അവർ ചേർത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും MSF മുസ്ലിം സ്റ്റുഡൻസ് ഫ്രണ്ട് എന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന ആ ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെ അതേ വഴി തന്നെ പോവുകയാണെന്ന കാര്യം കൂടി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് അവർ രണ്ടുപേരും. അതിനെയാണ് ഇവിടെ അഫ്സൽ, മുൻ SFI ഭാരവാഹിയും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ അംഗവുമായിട്ടുള്ള അഫ്സൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്, MSF വഴിവഴിച്ചു പോയി കഴിഞ്ഞുവെന്ന്.